പരിശുദ്ധമായ തമ്പുരാനെ, ഈ ഒരു പകൽ സമയത്തിനായിട്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രിയുടെ യാമങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളെ നിദ്രയിൽ കാവലായിട്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങള് ഒരുമിച്ച് ഇപ്പോഴായിരിക്കാനും പ്രാർത്ഥിക്കുവാനും പഠിക്കുവാനും വചനത്തെ മനനം ചെയ്യുവാനും തരുന്ന അവസരത്തിനായിട്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കഴിഞ്ഞകാല ജീവിതത്തിൽ അടിയങ്ങൾക്ക് ഏവർക്കും നൽകിയിട്ടുള്ള എല്ലാ വൻകൃപകളെയും നൽവരങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്ലീവ ഞങ്ങൾക്ക് കോട്ടയും മാലകമാര് കാവലും, നിന്റെ വലിയ തൃക്കരങ്ങള് അടിയങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനവുമായിരിക്കണമേ. ദൈവമേ, ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിന്റെ സാക്ഷ്യം കൊടുക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ എടുത്തുപയോഗിക്കണമേ. മർത്തമറിയ വനിതാ സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ, അതിന് നേതൃത്വം കൊടുക്കുന്നവര്, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും കഷ്ടപ്പെടുന്നവരും സഹായിക്കുന്നവരുമായുള്ള എല്ലാവരെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ പഠന പ്രക്രിയയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, ഇന്ന് ഞങ്ങൾ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. വരാൻ പോകുന്ന ആനുവൽ എക്സാം എഴുതുവാൻ തക്കവണ്ണം ദൈവം അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ദൈവികമായ ബുദ്ധി ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോകത്തിന്റെ നല്ല ജ്ഞാനത്തെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ഇങ്ങനെയൊരു ക്രമീകരണം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും നിന്റെ ദാനമാകുന്നു. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നിലുള്ള ഭക്തിയില്, വിശ്വാസത്തില്, പ്രത്യാശയിലായിരിക്കാൻ തക്കവണ്ണം അടിയങ്ങളെ ഇടയാക്കണമേ. ദൈവമേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിന്റെ സമയം തക്കതായി വിനിയോഗിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണമേ. കുടുംബമായിട്ട് ജീവിക്കുന്ന മക്കളെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. മക്കളെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. കൊച്ചുമക്കളെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഞങ്ങളുടെ ദേവാലയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏഷ്യ പസഫിക് ഡയസസിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നവരെയും ചുമതലപ്പെട്ട എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കുകയാണ്. ഞങ്ങളിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രസ്ഥാനത്തെ ദൈവസന്നിധിയിൽ ഓർക്കുകയാണ്. ദൈവമേ, അനേകർക്ക് സഹായം നൽകുന്ന, അനേകർക്ക് സന്തോഷം നൽകുന്ന, ദൈവമേ, അനേകർക്ക് ദൈവത്തിന്റെ വചനം പകർന്നു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായി ഇതിനെ ആക്കി തീർക്കുമാറാകണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. അച്ഛൻ, ഞാൻ വെൽക്കം പറയാം എല്ലാവർക്കും. പ്ലീസ്. So this is the first class of a series of 7 classes for MMS exam study. നമ്മളെ സിഡ്നി ആൻഡ് ബ്രിസ്ബെയിൻ റീജിയൻ ഒന്നിച്ചാണ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്തത്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടു വർക്ക് ടുഗെദർ ആൻഡ് അറേഞ്ച് ദിസ് both the regions. We collaborated and did it. So thanks to Gigi as well. നമ്മൾ 7 ക്ലാസ്സസ് ആണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് നമുക്ക് വേണ്ടി എടുക്കുന്നത് ഫാദർ അനീഷ് മാത്യു അച്ഛനാണ്. അച്ഛൻ വികാർ ഓഫ് സെയിന്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ബ്രിസ്ബെയിൻ ആണ്. അച്ഛൻ നമ്മുടെ ഡയസിസ് MMVS വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പം ആദ്യത്തെ ക്ലാസ് എടുക്കാനായിട്ട് അച്ഛനെ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു. നമ്മൾ ഇപ്പൊ എത്ര പേരെത്തിയിട്ടുണ്ട്?
24. 24. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരിമാരെ, അമ്മമാരെ, നിങ്ങളുടെ വളരെ തിരക്കിട്ട ജീവിതത്തിൽ ഒരല്പസമയം വിശുദ്ധ വേദപുസ്തകം പഠിക്കുവാൻ തക്കവണ്ണം, സഭയുടെ വിശ്വാസം പഠിക്കുവാൻ തക്കവണ്ണം, സഭയുടെ ആരാധന പഠിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ സമയം മാറ്റിവെക്കുന്നതിൽ ആദ്യമേ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ജീവിക്കുന്നവരാണ്. ഒരുപക്ഷെ ലഭിക്കുന്ന സമയം മുഴുവൻ തികയുന്നില്ല എന്നുള്ള അഭിപ്രായമുള്ളവരാണ് നമ്മളൊക്കെ. കാരണം കൂടുതൽ സമയമുണ്ടെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യാം, കൂടുതൽ ഏൺ ചെയ്യാം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും ഒക്കെയാണ്. പക്ഷെ കുറച്ച് പേരാണെങ്കിൽ പോലും ഇങ്ങനെയൊരു ക്ലാസ് അറേഞ്ച് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് കോപ്പറേറ്റ് ചെയ്യുന്നതിൽ ആദ്യമേ ആ സ്നേഹവും സന്തോഷവും നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഓൾറെഡി എക്സാമിനേഷൻ നമ്മുടെ സെൻട്രലിൽ നിന്നാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. സെൻട്രലിൽ നിന്നുള്ള സിലബസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും ബുക്സാണ്. അതിൽ നിന്നായിരിക്കാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളൊക്കെ വരുന്നത്. മനപ്പാഠ വാക്യങ്ങൾ ഒരുപക്ഷെ മനപ്പാഠ വാക്യം അതിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് പ്രിസ്ക്രൈബ്ഡ് പോർഷൻസ് അതിനു വേണ്ടി തന്നിട്ടുണ്ട്. പിന്നീടുള്ളത് സങ്കീർത്തനങ്ങളില്ല, ഒരു സങ്കീർത്തനം മാത്രമേ ഉള്ളൂ, സാംസ് 45. അതിനകത്ത് നിന്ന് ഒരുപക്ഷെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും വരുന്നത്, അല്ലെ? പാസ്റ്റ് ഇയേഴ്സ് ഒക്കെ അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പ്രെയർ, നമ്മുടെ സോങ്. പ്രെയർ നിങ്ങൾക്കറിയാം, വളരെ ഫെമിലിയർ ആയിട്ടുള്ള പ്രെയറാണ്. പക്ഷെ അത് വായിക്കുമ്പോൾ ചിലപ്പോൾ അത്ര ഫെമിലിയർ അല്ലെന്ന് നിങ്ങൾക്ക് തോന്നും. നിന്മാതാവ് വിശുദ്ധന്മാര് നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് പാടുന്ന പാട്ടാണ്. അതിൻ്റെ പ്രോസ് വേർഷനാണ് അത് കൊടുത്തിരിക്കുന്നത്, നമുക്കറിയാം. ആ സോങ്ങും നമുക്കറിയാവുന്നതാണ്. നമ്മുടെ നോമ്പ് സമയത്ത് പാടുന്ന അപ്രേമിന്റെ മമ്മറ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാവുന്ന ഒരു കോഴ്സാണിത്. എന്നാൽ നമ്മൾ അവസാന മൂമെന്റ് വരെ ഇങ്ങനെ മാറ്റിവെച്ച് എന്നാൽ അടുത്ത ദിവസം ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചത് മാറ്റിവെക്കാൻ പോയാൽ ഇതൊരല്പം ടഫായിട്ട് നമുക്ക് തോന്നും. കാരണം ജയിക്കും. കാരണം ഈ MMES എക്സാം എഴുതിയിട്ട് ആരും തോറ്റ ചരിത്രമില്ല, എല്ലാവരും ജയിക്കും. അങ്ങനെ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതല്ല ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാം. ആക്ച്വലി ഇത് ഒരു പഠന പ്രക്രിയയാണ്, അല്ലെ? ഒരു പ്രോസസ്സാണ്. നമ്മുടെ ലൈഫിൽ വളരെ തിരക്കിട്ട ജീവിതത്തിൽ ഒരല്പസമയം സഭയായിട്ട് ഇങ്ങനെയുള്ള പഠന പ്രക്രിയകൾ ക്രമീകരിച്ചു തരിക, നിങ്ങൾ പഠിക്കുവാനും വായിക്കുവാനും അത് മനസ്സിലാക്കുവാനുമായിട്ടൊക്കെ നമുക്ക് നൽകുന്നതാണ്. ഒരു പേഴ്സണൽ സ്പിരിച്വൽ ഗ്രോത്തിനൊക്കെ ഇത് സാധ്യത തരുന്ന ഈ പുസ്തകങ്ങളൊക്കെ, ഈ രൂത്തിന്റെയും പറഞ്ഞാൽ എസ്തേറിന്റെയും ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം അതൊരു പേഴ്സണൽ സ്പിരിച്വൽ ഗ്രോത്ത് നമുക്ക് ലഭിക്കും. ഞാൻ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഈ എക്സാം ഒക്കെ എന്തിനാണെന്ന് എഴുതുന്നത്? അപ്പൊ നമ്മുടെ പള്ളികളിലൊക്കെ എന്തോ ഒരു സഹോദരിമാരും അമ്മമാരും ഒക്കെ ഉണ്ട്. എന്നാൽ എഴുതുന്നത് വളരെ 10% താഴെയോ 5% താഴെയൊക്കെ ആയിരിക്കും എക്സാം എഴുതുന്നത്. ഒരു പക്ഷേ ബാക്കി 90-95% ഉള്ളവർക്കൊക്കെ അവർ വിചാരിക്കുന്ന ഒരു വിഷയമാണ് എന്തിനാണ് ഈ എക്സാം ഒക്കെ എഴുതുന്നതെന്ന് ചിലപ്പോൾ അവർ പഠിക്കുന്നതെന്നൊക്കെ അവർ ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിൽ ചിന്തിക്കാറുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇതൊരു സ്പിരിച്വൽ ഗ്രോത്തിന് ഒരു സാധ്യത തരുന്നതാണ്, അല്ലെ? ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, പേഴ്സണൽ ഒരു സ്പിരിച്വൽ ഗ്രോത്ത്. ഇതൊക്കെ വായിക്കുമ്പോഴും ഈ പറയുന്ന പല ക്യാരക്ടേഴ്സിനെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഒരു പേഴ്സണൽ ഇൻസ്പിറേഷൻ നമുക്ക് തന്നെ ഉണ്ടാവും, നമ്മുടെ ലൈഫിൽ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ നമ്മുടെയൊക്കെ കമ്മ്യൂണിറ്റിയുടെ ബെറ്റർമെന്റിന് ഇത് നല്ലതാണ്. കാരണം
നമ്മളൊക്കെ അറിയാമല്ലോ, നമ്മളൊരു കൂട്ടായിട്ടൊരു കമ്മ്യൂണിറ്റി ആയിട്ട് എപ്പോഴും കഴിയുന്നത്. ആ കമ്മ്യൂണിറ്റിയുടെ ബെറ്റർമെന്റിന് ഇങ്ങനെയുള്ള പഠന പ്രക്രിയകളൊക്കെ എപ്പോഴും നല്ലതാണ്. കാരണം ഇതിൽ നിന്ന് ഇൻസ്പയർ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഇതിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കുന്ന കാര്യങ്ങളും ഒക്കെ. പിന്നെ അത് കൂടാതെ ഈ അമ്മമാരെ സംബന്ധിച്ച് ഇത് പഠിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ നെക്സ്റ്റ് ജനറേഷന്, നമ്മുടെ വരാൻ പോകുന്ന തലമുറയ്ക്കും അതൊരു പ്രയോജനകരമായിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊരു പക്ഷേ അവർക്കിത് ഡയറക്റ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെങ്കിലും നമുക്കിതൊന്ന് പഠിപ്പിക്കുവാനും മനസ്സിലാക്കി കൊടുക്കുവാനും ഒക്കെ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളത് ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അത് ഞാനൊരു ഇൻട്രഡക്ഷനായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. 2 ബുക്കുകൾ, രൂത്തും എസ്തറിന്റെ 2 ബുക്കുകൾ നമുക്കറിയാം. 2 ബുക്കുകളും സഹോദരിമാരുടെ പേരിലാണ് എഴുതിയിരിക്കുന്നത് അല്ലെ, 2 സ്ത്രീകളുടെ പേരിൽ എഴുതപ്പെട്ടിരിക്കുന്ന ബുക്കാണ്. നിങ്ങളിൽ ആരെങ്കിലും അത് വായിച്ചെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായി കാണും. ഒരു നാടകീയത അതിൻ്റെ അതിലുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ഡ്രമാ ഒരു ഡ്രമാസ് എന്തിന് ഒരു ഡ്രമാറ്റിക് ഒരു പ്രസന്റേഷൻ പോലെ അത് വായിക്കുമ്പം നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങളത് ശരിക്കും മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഒരു എങ്ങനെയാണ് ഒരു ഡ്രാമ നമ്മൾ കാണുന്ന ഒരു ഫീലിൽ ഇരുന്ന് അതൊന്ന് വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അങ്ങനെ മനസ്സിലാവും. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 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 ഇതിനെ നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് വെച്ചാൽ ഒരു സ്റ്റോറി നറേഷൻ എങ്ങനെയാണോ ആ രീതിയിൽ ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും. ഓരോ ചാപ്റ്ററും ഒരു സ്റ്റോറി പോലെ നിങ്ങളത് പഠിക്കുക. കാരണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ 14 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 4 രൂത്തിലും പിന്നെ ഉള്ള 10 ചാപ്റ്റർ എന്ന് പറയുന്നത് എസ്തറിലും. ഒരു ദിവസം ഒരു 2 ചാപ്റ്റർ വീതം വായിക്കുക. അത് 1 2 പ്രാവശ്യം വായിക്കുക. ഇനിയും വരുന്ന ആഴ്ചകളിലൊക്കെ ഇപ്പോൾ 7 ഡേയ്സിൽ നിങ്ങൾക്ക് 14 ചാപ്റ്റർ വായിക്കാൻ തക്കവണ്ണം നിങ്ങളെ കൊണ്ട് സാധിക്കും. വരാൻ പോകുന്ന എല്ലാ ആഴ്ചകളും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ആദ്യത്തെ വായനയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ ക്ലിക്ക് ആവത്തില്ല, നിങ്ങളുടെ മനസ്സിലേക്ക് കയറത്തില്ല. പക്ഷെ ഓരോ പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ ഇത് കൂടുതലായിട്ട് കൂടുതലായിട്ട് നമുക്കിത് മനസ്സിലാകുവാൻ തക്കവണ്ണം സാധിക്കും. അതിൽ കൂടി നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ പുതിയ അനുഭവങ്ങൾ എന്നല്ല അതിൽ നിന്ന് റിയലൈസ് ചെയ്യുവാനും ഒക്കെ നമ്മളെ കൊണ്ട് സാധിക്കും. ഒരു ടെക്സ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, അതിനകത്തിൽ ചില സ്ഥലങ്ങളുടെ പേരുകൾ കാണും, ചില വ്യക്തികളുടെ പേരുകൾ കാണും, ചില ഹിസ്റ്ററി കാണും. അപ്പോൾ അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് വായിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു 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 2000 അല്ല 2500 3000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവങ്ങളെ നമ്മൾ അനുസ്മരിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഒക്കെ അന്നത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും മനസ്സിലിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ആ സമയത്ത് ഒരു സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അത് നമ്മുടെ മനസ്സിൽ ഒന്ന് വരുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അന്നത്തെ ഭക്ഷണത്തെ പറ്റിയും അല്ലെങ്കിൽ പോവർട്ടിയെ പറ്റിയും ഭക്ഷണം ലഭിക്കുന്നതിന് അവരെടുക്കുന്ന പ്രയത്നത്തെ പറ്റിയും ഒക്കെ നമുക്കത് മനസ്സിലാകും. അപ്പം ഒരു സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ആ ഒരു സംഭവത്തിന് ഉണ്ടാവും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലത്. പിന്നെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അല്ലെ. ഈ സംഭവങ്ങളിലൊക്കെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസിനെ അല്ലെങ്കിൽ ജൂവിഷ് കമ്മ്യൂണിറ്റിയെ കാണുക, അല്ലെങ്കിൽ മൊവാബ്യ കമ്മ്യൂണിറ്റിയെ നമുക്ക് കാണുക, അല്ലെങ്കിൽ ജൂവിഷും ജെന്റയിലുമായിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെയൊക്കെ നമുക്ക് ഇവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പം ഇതിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇത് വായിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ വേണം ഇത് വായിക്കുവാൻ തക്കവണ്ണം നമുക്ക്. പിന്നെ പ്രവാസ ജീവിതത്തെ പറ്റി, അതായത് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ലഭിക്കുന്ന പ്രയാസങ്ങളെ പറ്റി. അപ്പം ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വേണം ഈ ടെക്സ്റ്റുകളൊക്കെ നിങ്ങൾ വായിക്കുവാൻ തക്കോണം. അങ്ങനെ വായിച്ചെങ്കിൽ മാത്രമേ നമുക്കത് കാര്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ വെറും ഒരു സ്റ്റോറി നറേഷൻ നമ്മൾ എങ്ങനെ വായിച്ചു തീർക്കുന്നോ എന്നുള്ളൊരു ഫീല് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഹിസ്റ്റോറിക്കൽ ആൻഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ പൊളിറ്റിക്കൽ ആൻഡ് കമ്മ്യൂണിറ്റി ബാക്ക്ഗ്രൗണ്ടുകൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു മൈഗ്രേഷൻ പ്രോസസ് ഒക്കെ ഉണ്ട്. ഒരു പ്രവാസ ജീവിതത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ആഫ്റ്റർ പ്രവാസം തിരിച്ചവരുടെ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ആണ്. ഒരു പക്ഷേ ഞാൻ പിന്നെ
ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഫീൽ എന്ന് പറയുന്നത്, ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു പർട്ടിക്കുലർ പോർഷൻ എടുത്തിട്ട് ചെറിയ ഡ്രാമയൊക്കെ നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കും. ചെറിയ പോർഷൻ എടുത്ത് ചെറിയ ഇൻസിഡന്റ് എടുത്തതിന് ശേഷം ഒരു നല്ല ഡ്രാമ, ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റിന്റെയോ ഡ്രാമയൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിൽ അതിന്റെ ക്യാരക്ടർ സ്റ്റഡി നടത്തുന്നത് നല്ലതായിരിക്കും എപ്പോഴും. Nancy, on mute. Can everyone turn their microphone off, please? ഓക്കെ. ഒരു ക്യാരക്ടർ സ്റ്റഡി, ഇപ്പൊ രൂത്ത് ആയിക്കോട്ടെ, എസ്തേർ ആയിക്കോട്ടെ, ഇങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഇതിനകത്തുള്ളൂ. ഇപ്പൊ മോർദക്കായ് എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നുണ്ട്, ഇങ്ങനെ കുറെ നവോമി എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നുണ്ട്, കുറെ ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു ക്യാരക്ടർ സ്റ്റഡി എപ്പോഴും നല്ലതാണ് അല്ലേ? നമുക്കറിയാം, ഈ ഓരോ ക്യാരക്ടേഴ്സിൽ നിന്ന് നമുക്ക് പഠിക്കുവാനും നമുക്ക് മനസ്സിലാക്കുവാനും ഒരുപക്ഷെ നമ്മുടെ ജീവിതമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുവാനും പറ്റുന്ന ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് അവിടെയൊക്കെ ദൈവം തമ്പുരാന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു, അങ്ങനെയുള്ള ഇൻസിഡന്റിൽ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അതിന് മുന്നമേ തന്നെ ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മൾ രൂത്ത് എന്ന് പറഞ്ഞ പുസ്തകത്തിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, രൂത്ത് എന്ന ബുക്കിനകത്തിൽ 4 ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. വളരെ ചെറിയ ഒരു ബുക്കാണ്, പക്ഷെ അത് കണ്ടുപിടിക്കാൻ തന്നെ ഇച്ചിരി പ്രയാസം അല്ലേ, ഇത് എവിടെയാണെന്ന് ബൈബിളിനകത്ത്. കാരണം ആകെ 2-3 ഷീറ്റ് മാത്രം, പേപ്പർ മാത്രമേ വരത്തുള്ളൂ. അപ്പം വളരെ ചെറിയ ഒരു ബുക്കാണ് രൂത്തിന്റെ പുസ്തകം എന്ന് പറയുന്നത്. രൂത്തിന്റെ പുസ്തകത്തിൽ രൂത്തിന്റെ സ്റ്റോറി തന്നെയാണ് പറയുന്നത്, വേറെ ആരുടെ സ്റ്റോറി എന്നല്ല പറയുന്നത് അല്ലേ. രൂത്ത് റിലേറ്റ് ചെയ്യുന്ന റൂത്തിനെ പറ്റിയുള്ള സ്റ്റോറിയാണ് പറയുന്നത്. രൂത്തിനെ പറ്റി അവിടെ പറയുന്നത് എന്താണ്? ഒരു ഈ മൊവാബ്യ ലേഡിയാണെന്ന് പറയുന്നത് അല്ലെ, മൊബൈറ്റ് ഒരു വുമൺ എന്നാണ് എപ്പോഴും അവിടെ പറയുന്നത് അല്ലേ. അവർ വിവാഹം ചെയ്തത് ആരെയാണ്? ഒരു ഹീബ്രു ഫാമിലിയിൽ നിന്നാണ് വിവാഹം കഴിച്ചതെന്ന് പറയുന്നുണ്ട്. എന്നാൽ താമസിക്കാതെ തന്നെ ഹസ്ബൻഡ് മരിച്ചു പോകുന്നു. അങ്ങനെ ഹസ്ബൻഡ് മരിച്ചു പോയി കഴിയുമ്പോൾ തിരിച്ചും വീണ്ടും, അതായത് അമ്മായിയമ്മയായ നവോമിയുടെ വീട്ടിൽ തന്നെ രൂത്ത് വീണ്ടും സ്റ്റേ ബാക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ കാണുന്നു. അങ്ങനെ സാധാരണ രീതിയിൽ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്നാ പറ്റുന്നത്? തിരിച്ച് പേരൻസിന്റെ അടുത്തേക്ക് പോകുന്ന രീതിയല്ല നമുക്കുള്ളത്. പക്ഷെ ഇവിടെ രൂത്തിനെ നമ്മൾ കാണുന്നത് അമ്മായിയമ്മയുടെ അടുത്ത് തന്നെ, നവോമി എന്ന് പറയുന്ന മദർലോയുടെ അടുത്ത് തന്നെ സ്റ്റേ ചെയ്യുകയും പിന്നീട് മൊവാബ്യ സ്ത്രീ പിന്നീട് ജൂവിഷ് ഫെയ്ത്തിലേക്ക് പിന്നീട് വരികയും ചെയ്യുന്നു. അങ്ങനെ ജൂവിഷ് ഫെയ്ത്ത് ഒക്കെ സ്വീകരിച്ചതിന് ശേഷം തിരിച്ച് ഇവര് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക്, അതായത് അവർ മൈഗ്രേറ്റ് ചെയ്തതാ, അതായത് ജെറുസലേമിൽ നിന്ന് അല്ലെങ്കിൽ പാലസ്തീനിൽ നിന്ന് ഈ മൊവാബിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ് ഈ ഫാമിലി എന്ന് പറയുന്നത്. അവിടെ നമുക്കറിയാം ബേദൽഹേമിൽ നിന്ന്, അതിന് പുസ്തകം വായിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം അവര് ബേദൽഹേം സിറ്റിസൺ ആയിരുന്നെന്നും അവരുടെ ഫാദറിന്റെ പേര് എലിമേലേക്ക് എന്നായിരുന്നെന്നും. എലിമേലേക്കിന്റെ മീനിങ് എന്താന്ന് ഒന്ന് ഞാൻ പറയാം. കിൻ, ബന്ധു എന്നുള്ളതാണ്. KIN, കിൻ, ബന്ധു എന്നുള്ളതാണ് ഈ എലിമേലേക്കിന്റെ മീനിങ് എന്ന് പറയുന്നത്. വൈഫിന്റെ പേര് നവോമി എന്നാണെന്നും നവോമിയുടെ മീനിങ് നമുക്കറിയാം സ്വീറ്റ് വൺ എന്നാണ് അല്ലെ, സ്വീറ്റ് വൺ. 2 മക്കളുണ്ടായിരുന്നെന്നും മഹലോൻ എന്നും കിലിയോൻ എന്നും പറയുന്ന 2 മക്കള്. മഹലോൻ എന്ന് പറയുന്ന ആളിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സിഖ് എന്നും, കിലിയോൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പൈനിങ് അല്ലെങ്കിൽ മ്ലാനമായ, വാടിയ എന്ന് പറയുന്ന മീനിങ് ആണെന്നും. അവര് പാലസ്തീനിലേക്ക് പിന്നെ തിരിച്ച് വരുവാണ്. കാരണം ഈ 2 മക്കളുടെയും വിവാഹം നടക്കുന്നു. വിവാഹം കഴിക്കുന്ന 2 മക്കളും ഈ പറയുന്ന ഈ നവോമിയുടെ ഹസ്ബൻഡ് ഉൾപ്പെടെ മരിച്ചു കഴിയുമ്പോൾ ഇവർ തിരിച്ച് മൊവാബിൽ നിന്ന് തിരിച്ച് പാലസ്തീനിലേക്ക് വരുന്നു. പാലസ്തീനിൽ പിന്നെ ഇവരുടെ ലൈഫ് മുഴുവൻ മാറുന്ന പിന്നെ കാണുന്നത്. പാലസ്തീനിൽ നവോമിയോടൊപ്പം തിരിച്ചു വരുന്ന രൂത്തിന്റെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആവുന്നത് നമ്മളിവിടെ കാണാൻ പോവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രൂത്തിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന് ഞാൻ എപ്പോഴും പറയും രൂത്ത് റിനൗൺസിങ് എന്ന് പറയും. രൂത്ത് ഉപേക്ഷിക്കുവാണ് അല്ലെ, അവരുടെ സ്വന്തം നാടൊക്കെ ഉപേക്ഷിച്ച്. സ്വന്തം നാടെന്ന് പറഞ്ഞ രൂത്തിന്റെ എവിടെയാണ്? മൊവാബാണ് സ്വന്തം നാടെന്ന് പറയുന്നത്. ആ നാടെല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു വിശ്വാസം സ്വീകരിച്ച്
അങ്ങനെ പാലസ്തീനിലേക്ക് പോകുന്ന രൂത്തിനെ നമ്മൾ കാണുന്നു ആദ്യത്തെ ചാപ്റ്ററിനകത്തില്. അതിനകത്തിൽ വളരെ ടച്ചിങ് ആയിട്ടുള്ള എനിക്കൊരു ഒരു 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 റീഡിങ് എനിക്ക് തോന്നിയത് രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-17 വാക്യം ഒരാളൊന്ന് വായിക്കാമോ? എനിക്ക് വളരെ ടച്ചിങ് ആയിട്ടൊരു വാക്യമായിട്ട് എനിക്ക് തോന്നി. അതിന് രൂത്ത്, നിന്നെ വിട്ടു പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, ഇതൊരു വളരെ ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്ക് വളരെ ഫീൽ ചെയ്ത ഒരു 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 2 വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിന്നെ വിട്ടുപിരിയുവാൻ നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോരുവാൻ എന്നോട് നീ പറയരുത്. ഇത് അമ്മായിയമ്മയ നഹോമിയോട് പറയുന്ന വാക്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പേ എന്ത് വളരെ ഭംഗിയായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. എനിക്കത് വളരെ ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു വാക്യമാണ്. ഒരു പക്ഷേ എപ്പോഴെങ്കിലും പ്രസംഗിക്കുമ്പോൾ ഈ ഒരു വാക്യം എടുത്ത് പ്രസംഗിക്കണമെന്ന് പോലെ എനിക്ക് തോന്നിയ ഒരു വാക്യമാണ് ഈ 2 വാക്യം എന്ന് പറയുന്നത്. അതിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ രൂത്തിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ രൂത്തിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളതിനെ പറ്റി കൃത്യമായ ഒരു അടയാളം, ഒരു സൈൻ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് എപ്പോഴും ഓർക്കുക. 2-ാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പോഴത്തേന് രൂത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് പറയുന്നത്. രൂത്ത് റിക്വസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തിരിച്ച് പാലസ്തീനിലേക്ക് വരുന്നു. പാലസ്തീനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ റിക്വസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നവോമിയോടൊപ്പം വരുന്ന രൂത്ത് എന്തെങ്കിലും ഒരു ജോലി വേണം, പിന്നെ കഴിക്കാൻ ഭക്ഷണം വേണം. അവര് പുതുതായിട്ട് അവളോട്ട് വരുന്നതാണ്. അങ്ങനെ വരുന്ന സമയത്താണ് ഈ ബോവസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പൊ അവള് ബോവസിനെ അറിഞ്ഞിട്ടൊന്നുമല്ല പോകുന്നത്. അവള് പറയുന്നു, കാരണം യവം കൊയ്യുന്ന കാലമായതുകൊണ്ട് പിന്നെ അമ്മായിയമ്മയെ നവോമിയോട് പറയുകയാണ്, ഞാൻ പോയി എന്തെങ്കിലുമൊക്കെ എങ്കിലും പറക്കിക്കൊണ്ട് വരാം. കാല പറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ഈ ഈ കൾട്ടിവേഷൻ കഴിഞ്ഞ് കൊയ്ത്തൊക്കെ കഴിയുന്ന സമയത്ത് ഇതൊക്കെ അവിടെ കിടക്കും, എവിടെയെങ്കിലുമൊക്കെ കിടക്കും. അത് പറക്കിക്കൊണ്ട് വരുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഞാൻ പറക്കിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചെന്ന് എത്തപ്പെടുന്നത് അവരുടെ തന്നെ, ഈ നവോമിയുടെ തന്നെ ബന്ധുവായ ബോവസിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ബോവസിന്റെ അടുത്ത് എന്നതിന് ശേഷം ബോവസ് കണ്ടു കഴിയുമ്പോൾ തന്നെ കാര്യങ്ങൾ ഇവിടെ ലൈഫ് അങ്ങ് ചേഞ്ച് ആവാൻ പോവുകയാണ്. അതൊക്കെ പിന്നീട് നിങ്ങൾ വായിച്ചാടാ മതി. കണ്ടു കഴിയുമ്പോൾ തന്നെ ചേഞ്ച് ആവുന്നു. പിന്നീട് ഇവരുടെ വിവാഹം നടക്കുന്നു. അവിടെ കാലാ പറക്കിക്കോട്ടെ എന്ന് പറയുമ്പോൾ ബോവസ് പറയുന്നുണ്ട്, എൻ്റെ ഈ കൊയ്യുന്ന സ്ത്രീകളുടെ കൂടെ നീയും കൂടിക്കോ, അവൾ ഈ കാലാ പറക്കുന്ന സമയത്ത് അവളെ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ട് അവിടുത്തെ സെർവൻസിനോടൊക്കെ. അവൾ അവിടെ ഇഷ്ടം പോലെ പറക്കിക്കോട്ടെ, ഒരുപക്ഷെ കറ്റയൊക്കെ എടുത്ത് ഇങ്ങനെ കൊഴിഞ്ഞ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന എന്നൊക്കെ പറയുന്നുണ്ട് ആ വേദഭാവം വായിക്കുമ്പോഴേ. അപ്പൊ വളരെ എന്താണ് പറയുന്നത്, കുറച്ചുകൂടെ ഒരു എന്താ പറയുക, അവര് തമ്മിലുള്ള ഒരു അടുപ്പവും ആ സ്നേഹവും ഒക്കെ ആ ഒരു ഒറ്റ ഇൻസിഡന്റിൽ കൂടി മാറി അവര് ബോവാസ് ഈ രൂത്തിനെ സ്നേഹിക്കാൻ തക്കവണ്ണം തുടങ്ങുന്നു. പിന്നീട് ഇവിടെ വിവാഹം നടക്കുന്നു. അപ്പൊ അങ്ങനെ 2-ാമത്തെ ചാപ്റ്ററും അവിടെ അവസാനിക്കുന്നു. പിന്നീട് 3-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോഴാണ് രൂത്ത് റെസ്റ്റിംഗ് എന്ന് നമുക്ക് വേണേൽ പറയാം. രൂത്ത് റെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂത്ത് വിശ്രമിക്കുകയാണ്. കാരണം നമുക്കറിയാമല്ലോ, ഒരു 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 സ്ത്രീയെ സംബന്ധിച്ച് ലൈഫ് എപ്പോഴും സെക്യൂർ ആവുന്നത്, സെറ്റിൽ ആവുന്നത് എപ്പോഴാണ്? ഒരു ഹസ്ബൻഡ് ഉണ്ടാകുമ്പോഴേ അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഇന്നത്തെ ഫെമിനിസം ഒക്കെ വേറെ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാമെന്നൊക്കെ പറയെങ്കിലും കുറച്ചുകൂടി ഒരു സ്ത്രീയുടെ ജീവിതത്തിന് മീനിങ് ഫുൾ ആവുന്നത് എപ്പോഴും എന്തിനു പറയുന്നത്, സന്തോഷവും സമാധാനവും മീനിങ് ഫുള്ളും ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാരീഡ് ലൈഫിലായിരിക്കും എന്നാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ രൂത്തിനെ സംബന്ധിച്ച് ഒരു റെസ്റ്റ് ചെയ്യുന്ന, ഒന്ന് വളരെ സെറ്റിൽഡ് ആവുന്ന ഒരു ലൈഫിലോട്ട് വരുന്നു. അതാണ് നമ്മൾ 3rd ചാപ്റ്റർ മുഴുവനായിട്ട് കാണാൻ പോകുന്നത്. അവസാനം പിന്നെ നമ്മൾ രൂത്തിനെ കാണുന്നത് 4-ാമത്തെ ചാപ്റ്ററിലാണ്. 4-ാമത്തെ ചാപ്റ്റർ വരുമ്പോഴത്തേന് രൂത്ത് കുറച്ചുകൂടെ എന്തെന്ന് പറഞ്ഞേ വളരുവാൻ തക്കോണം തുടങ്ങുന്നു. ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആവുന്നു. ഒരു പക്ഷേ എന്തെന്ന് പറഞ്ഞ സമ്പത്തൊക്കെ വർദ്ധിച്ച് കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫിലോട്ട് രൂത്ത് മാറുന്നതായിട്ട് അവിടെ വേണമെങ്കിൽ പറയുന്നത്
റൂത്ത് റീപ്പിംഗ് നമ്മൾ പറയാം, റൂത്ത് കൊയ്യുന്നു നമ്മൾ പറയാം അല്ലേ. ആ ലൈഫ് വളരെ സന്തോഷത്തോടു കൂടി പിന്നീട് അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് സത്യത്തിൽ ആ ഒരു 4 ചാപ്റ്ററിലായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. രൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, ലേഡി ഫ്രണ്ട് ലേഡി ഫ്രണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ അതിന് പറയാം. ലേഡി ഫ്രണ്ട്, അത് ഒരു ഹീബ്രു വാക്കിൽ നിന്ന് ഉണ്ടായ പേരാണ് ഈ രൂത്ത് എന്ന് പറയുന്ന പേര്. ഈ ബുക്കിന്റെ എന്ന് എഴുതി, ആരെഴുതി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം കൺഫ്യൂഷൻ ഉണ്ട് അതിൻ്റെ. അതൊരു കൃത്യമായ ആൻസർ നമുക്ക് പറയുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല. എന്നാലും ഒരു BC 700 പീരീഡിൽ എഴുതി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇത് എന്തിനു വേണ്ടി എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എഴുതുന്ന ആളിന് എന്തെങ്കിലും ഒരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ, ഒരു ഇന്റൻഷൻ എനിക്ക് തോന്നിയത്, യഹൂദനും വിജാതീയരും തമ്മിൽ വിവാഹം കഴിക്കുന്ന ഒരു പതിവ് ഇല്ല. എന്നാൽ നേരെ തിരിച്ചാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ പറയുന്ന നവോമിയുടെ ഫാമിലി എന്ന് പറയുന്നത് ജൂവിഷ് ഫാമിലിയാണ്. എന്നാൽ ഈ പറയുന്ന രൂത്തിന്റെ ഫാമിലി എന്ന് പറയുന്നത് മൊവാബി സ്ത്രീയാണ്. എന്നാൽ ഇവർ തമ്മിൽ വിവാഹം കഴിക്കുന്ന ഒരു സാഹചര്യം അവിടെ നമ്മൾ കാണുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യഹൂദനും വിജാതീയരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ അവിടെ ഞാൻ പറഞ്ഞില്ല, നിഷ്പ്രമമാക്കിക്കൊണ്ട് അവർ ഒരുമിച്ച് വിവാഹ ജീവിതത്തിലേക്ക്, കാരണം അതുവരെയുള്ള അവരുടെ ആ ഇറിറ്റേഷൻ ഉണ്ടല്ലോ, പരസ്പരമുള്ള 2 കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ഇറിറ്റേഷൻ പോലും ആ പറയുന്ന ഇതിൽ കൂടി മാറുകയും, അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് അല്ലെ. അതുകൊണ്ടാണ് ഈ വിവാഹത്തോടു കൂടിയാണ് ഈ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഭാഗമായിട്ട് മാറാൻ പോകുന്നത്. പിന്നീട് ഇത് നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഈ പറയുന്ന സംഭവങ്ങള്, അതായത് ദാവീദിന്റെ വംശാവലി വിവരിക്കുന്ന സമയത്ത് ഈ പേരുകളൊക്കെ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ബോവസിന്റെ പേരും രൂത്തിന്റെ പേരും അവരുടെ മകനായ ഒബേദിന്റെ പേരും ഒബേദിന്റെ മകനായ ഈശായുടെ പേരും ഇങ്ങനെയൊക്കെ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ രൂത്തിന്റെ ലൈഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, രൂത്ത് എന്ന് പറയുന്നത് ദൈവം തന്നെ സെലക്ട് ചെയ്താവാം, ഒരു പക്ഷേ ദൈവത്തിന്റെ ഒരു സെലക്ഷൻ ആവാം. കാരണം യേശുവിന്റെ ജീനിയോളജിയിൽ, ക്രിസ്തുവിന്റെ ജീനിയോളജിയിൽ ഒരു പാർട്ടാവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ തന്നെ എലക്ട് ചെയ്തതാവാം എന്ന് നമുക്ക് തോന്നും. അങ്ങനെയാണ് അത് അവസാനിക്കുന്നത്, അത് ആ വേദഭാഗം അവസാനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. പിന്നീട് എന്തുകൊണ്ട് ഒരു പക്ഷേ രൂത്തിനെ അങ്ങനെ ഒരു ജീനിയോളജിയിലേക്ക് എത്തി എന്ന് നമുക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ആൻസർ നമുക്ക് കൊടുക്കാൻ തക്കണം. ഒന്ന്, രൂത്തിന്റെ ലോയൽറ്റി ആൻഡ് ലവ്. രൂത്തിനൊരു വിധേയത്വവും ഒരു സ്നേഹവും ഉണ്ടായിരുന്നു. അതായത് ആ ഫാമിലിയോടും ദൈവത്തോടും ഒക്കെയുള്ള ഒരു വിധേയത്വം അല്ലെങ്കിൽ സ്നേഹം, ലോയൽറ്റി ആൻഡ് ലവ്, അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുവാൻ തക്കവണ്ണം സാധിക്കും രൂത്തിന്റെ. അത് നമുക്കറിയാം, നവോമിയോടുള്ള ആ ഇടപെടലും ഒക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ നവോമിയോക്ക് കൊടുക്കുന്ന ഒരു ലവും കെയറും ഒക്കെ നമുക്ക് കാണുമ്പോഴേ നമുക്ക്, അതുകൊണ്ടാണ് ഞാൻ ആ സെന്റൻസ് നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ആ വിധേയത്വവും ആ സ്നേഹവും ഒക്കെ. രണ്ടാമത്, ഫെയ്ത്ത് ആൻഡ് പ്രൊവിഡൻസ് എന്ന് പറയും. അതായത് ദൈവത്തിലുള്ള വിശ്വാസവും ആ കരുതലും ആർജിക്കുവാനുള്ള ഒരു ശേഷി ഈ പറയുന്ന രൂത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അത്രമാത്രം ഫെയ്ത്ത്, കാരണം ഒരു ജെൻഡയിൽ ലേഡിയാണ്. ജെൻഡയിൽ വിശ്വാസം അല്ല ജൂവിഷ് വിശ്വാസം എന്ന് പറയുന്നത്, ജസ്റ്റ് ഓപ്പോസിറ്റ് ഫെയ്ത്ത് ആണ്. ആ ഫെയ്ത്ത് പോലും അത് അഡോപ്റ്റ് ചെയ്യുവാനുള്ള, അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുന്നതുകൊണ്ടാണല്ലോ അത് കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ തക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കും. നമുക്കറിയാം, നമുക്ക് എത്ര പ്രയാസങ്ങൾ വന്നാലും സങ്കടങ്ങൾ വന്നാലും അവിടെയൊക്കെ നമ്മുടെ ഫെയ്ത്തിനെ സ്ട്രെങ്ത് ചെയ്യുവാനുള്ള ചില എലമെന്റ്സ് കാണും. അതിൽ നമ്മൾ പിടിച്ചു മുമ്പോട്ട് പോകുന്ന ചിലരെ നമ്മൾ കാണാറുണ്ട് അല്ലെ. എത്ര മോശമായ സാഹചര്യങ്ങളാണെങ്കിലും, ഏറ്റവും വളരെ ബാഡായിട്ടുള്ള ഇൻസിഡൻസ് ആണെങ്കിൽ പോലും അത് അഡാപ്റ്റ് ചെയ്യുക, അതങ്ങ് അഡാപ്റ്റ് ചെയ്തിട്ട് ദൈവത്തോട് കൂടുതൽ ഓർക്കാൻ. എനിക്കറിയാം, ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ഡോക്ടറുണ്ട്. ഡോക്ടറിന്റെ ഹസ്ബൻഡ് പിന്നെ സർജറി ചെയ്യുന്ന സമയത്ത് ഒരു HIV പേഷ്യന്റ് ആയിരുന്നു. HIV പേഷ്യന്റിന്റെ ഒരു നീഡിൽ പ്രിക്ക് കിട്ടി. അദ്ദേഹം അത് വൈഫിനോട് പറഞ്ഞില്ല. രണ്ടുപേരും ഡോക്ടേഴ്സാണ്. വൈഫിനോട് പറഞ്ഞില്ല. അപ്പം ഇത് അറിയുന്നത് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വൈഫ് ഇത് അറിയുന്നത്.
അപ്പം വൈഫ് അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണേ അച്ഛാ, ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാന്നാണ്. അപ്പൊ അത് കഴിയുമ്പോൾ വൈഫ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം എന്നെ കൂടുതൽ പരീക്ഷിക്കുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള ഒരു മാർഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നതെന്ന് പറയുന്നുണ്ട്. എന്റെ ദൈവത്തെ തള്ളിക്കളയാതെ കൂടുതൽ എന്നോടൊപ്പം ചേർത്ത് നിർത്തുവാൻ എനിക്ക് ലഭിച്ച ഒരു അനുഭവമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം രൂത്തിന്റെ ലൈഫിൽ സംഭവിച്ച എല്ലാ സംഭവങ്ങളും അവളുടെ വിശ്വാസവും ആ കരുതലും ഒക്കെ ഒന്നുകൂടെ, ദൈവത്തിന്റെ കരുതലും ഒക്കെ ഒന്നുകൂടെ കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നു. മൂന്നാമത് റിഡംഷൻ ആൻഡ് റിസ്റ്റോറേഷൻ എന്ന് പറയും, വീണ്ടെടുപ്പും പുനഃസ്ഥാപിക്കലും. കാരണം ബോവാസിൽ കൂടി അവളെ ദൈവം തമ്പുരാൻ വീണ്ടെടുക്കുകയും പിന്നെ പറഞ്ഞല്ലോ പഴയ ലൈഫിൽ നിന്നൊക്കെ മാറി പുതിയൊരു ലൈഫ് അവക്ക് ലഭിക്കുകയും ചെയ്യുന്നവർ. അതാ റിഡംഷൻ ആൻഡ് റിസ്റ്റോറേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വീണ്ടെടുപ്പും ഒരു പുനഃസ്ഥാപിക്കലും അവളുടെ ലൈഫിൽ നമുക്ക് കാണുന്നുണ്ട്. കാരണം ഒരു ഫോറിനറായിട്ടുള്ള ഒരാള് ഒരു ജൂവിഷ് കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന് അവൾ അവിടെ ലൈഫ് വളരെ ഭംഗിയായിട്ട് സെറ്റിൽ ചെയ്യുകയും ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ചിട്ട് ആ പദ്ധതിയിലേക്ക് അടുത്ത് നടന്ന് നീങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ദൈവത്തിന്റെ പ്ലാൻ നമുക്കറിയാം, അത് ദാവീദിന്റെ ഈ പറയുന്ന ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഭാഗമായിട്ട് മാറുവാൻ തക്കവണ്ണം സാധിക്കുന്നു. നാലാമത് ഭയങ്കര കറേജ് ആൻഡ് പെർസിവറൻസ് എന്ന് പറയും, അതല്ലെങ്കിൽ ധൈര്യവും സ്ഥിരോത്സാഹവും നമ്മൾ പറയും. അത്ര പവർഫുൾ ആയിരുന്നു. കാരണം വേണമെന്നുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ ലൈഫ് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് രൂത്ത് വളരെ ധൈര്യത്തോടുകൂടി സ്ഥിരോത്സാഹത്തോടുകൂടി, അതായത് പറഞ്ഞ കറേജ് ആൻഡ് പെർസിവറൻസ് എന്ന് പറയുന്നത് അത്രയും ശക്തമായ നിലപാടെടുത്തിട്ടാണ്. കാരണം അവളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് തിരിച്ചു പോകാൻ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും അതെല്ലാം വിട്ട് അമ്മായിയമ്മയോടൊപ്പം നിന്ന് പുതിയൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് അമ്മായിയമ്മയുടെ ഹോംലാൻഡിലേക്ക് പോകുന്ന ആ രൂത്തിനെ നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് അവസാനം ഒരു ആൻസിസ്ട്രൽ ലീനിയേജ് അവിടെയുണ്ട്. അതായത് പൂർവിക വംശം എന്ന് പറയുന്ന ആൻസിസ്ട്രൽ ലീനിയേജ്, അതായത് ആ ഒരു ബോവാസിനെ വിവാഹം കഴിക്കുന്നതിൽ കൂടിയാണ് ആ റോയൽ ലീനിയേജിന്റെ, അതായത് കിങ് ഡേവിഡ്, അതായത് ദാവീദ് രാജാവിന്റെ ആ ലീനിയേജിലേക്ക് ചെന്ന് പെടുവാൻ തക്കവണ്ണം എവിടെയോ കിടന്ന ഒരു സ്ത്രീ ബോവാസിനെ വിവാഹം കഴിക്കുന്നതിൽ കൂടി ദാവീദിന്റെ വംശത്തിലേക്ക് ചെന്നുപെടുകയും ആ ഒരു റോയൽ ലീനിയേജിലേക്ക് ചെന്നുപെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്തായാലും നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. എത്ര സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന ഫാമിലി. ഒരു ഇടവകയാവുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പലതരത്തിലുള്ള ഫാമിലീസിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ചിലപ്പം വളരെ സന്തോഷത്തോടു കൂടി കൂടുന്ന ഫാമിലിയെ കാണാം, ചിലപ്പം സങ്കടങ്ങളിൽ കൂടി പോകുന്ന, ചിലപ്പം ഈ സിംഗിൾ പേരന്റ് ആയിട്ട് ജീവിക്കുന്ന ഫാമിലിയെ കാണാൻ തക്കവണ്ണം സാധിക്കും. ഇവിടെയൊക്കെ ഒരുപക്ഷെ ഈ ഒരു ബുക്ക് കുറച്ചുകൂടെ ധൈര്യം നൽകുവാൻ തക്കവണ്ണം ഇടയാകും എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ രൂത്തിന്റെ പുസ്തകം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അത് കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം ഇത് ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ്സുകൾ വരാൻ തക്കവണ്ണം ഉണ്ട്. അപ്പൊ അത് കൂടുതലായിട്ട് അത് വിശദീകരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കും എന്നുള്ള കാര്യം പറയുകയാണ്. അടുത്ത ഒരു ബുക്കിലേക്ക് നമുക്ക് പോകാം. എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. എസ്തേറിന്റെ പുസ്തകം നമുക്കറിയാം, ഏതാണ്ട് ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു പുസ്തകം തന്നെയല്ലേ. ഒരു വുമന്റെ പേരിൽ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഒരു BC 474 464 478 464 ഇൻ ബിറ്റ്വീൻ എഴുതി എന്നാണ് ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. എസ്തേറിന്റെ മീനിങ് തന്നെ നമുക്കറിയാം, സ്റ്റാർ, നക്ഷത്രം എന്നുള്ളതാണ് എസ്തേറിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് രൂത്ത് ഒരു മൊവാബ്യ ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു ജൂവിഷ് വുമൺ ആണ്. ആര്? ഈ പറയുന്ന എസ്തേർ എന്ന് പറയുന്ന കഥാപാത്രം, എസ്തേർ. പക്ഷെ പിന്നീട് ഈ പറയുന്ന എസ്തേർ പേർഷ്യയുടെ ഒരു ക്യൂനായിട്ട് മാറുന്നതാണ് പിന്നീട് വേദപുസ്തകം 10 ചാപ്റ്ററുകൾ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്.
കാരണം പേർഷ്യൻ പെർസിക്യൂഷന്റെ സമയത്ത് അവിടെ താമസിച്ചിരുന്ന ഒരു ജൂവിഷ് വുമൺ ആണ് ഈ പറയുന്ന എസ്തേർ എന്ന് പറയുന്ന ആള്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ജൂവിഷ് കമ്മ്യൂണിറ്റിയെ മുഴുവൻ സംരക്ഷിക്കുന്ന എസ്തേറിനെയാണ് പിന്നെ നമ്മളവിടെ കാണാൻ പോകുന്നത്. അത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഒന്ന് പറയാം. ബാബിലോൺ പ്രവാസകാലത്ത് ഈ പേർഷ്യ എന്ന് പറയുന്നതും ബാബിലോൺ, നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ പേർഷ്യ എന്നും ബാബിലോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരു സ്ഥലമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ആദ്യമേ പറയുകയാണ്. പേർഷ്യൻ രാജാവായ അഹസേരിന്റെ തലസ്ഥാന നഗരിയായ സൂസയിലാണ് മൊർദെഖായി എന്ന് പറയുന്ന യഹൂദന്റെ പിതൃ സഹോദരിയും ദത്ത് പുത്രിയുമായിരുന്നു എസ്തേർ. അതായത് മൊർദെഖായി എന്ന് പറയുന്ന വ്യക്തിയുടെ സഹോദര പുത്രിയും മൊർദെഖായിയുടെ ദത്ത് പുത്രിയുമായിരുന്നു ഈ പറയുന്ന എസ്തേർ. ദത്ത് പുത്രി ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവളുടെ ചൈൽഡ്ഹുഡിൽ തന്നെ അവളുടെ പേരൻസ് മരിച്ചു പോവുകയും അങ്ങനെ അവര് മൊർദെഖായിയുടെ ഒരു ദത്ത് പുത്രിയായിട്ട് മാറുകയും ചെയ്യുന്നു. എസ്തേറിനെ പറ്റി വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞത്, വളരെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായിട്ടാണ് അവിടെ പറയുന്നത്. അങ്ങനെ ആ സമയത്ത് ഈ അഹസ്വേരുസ് എന്ന് പറയുന്ന രാജാവ്, പേർഷ്യ ഭരിച്ചിരുന്ന രാജാവ്, അദ്ദേഹത്തിന്റെ ഭാര്യയായ വാഷ്തി രാജ്ഞി, ആ ചാപ്റ്റർ ആരംഭിക്കുക തന്നെ വാഷ്തി രാജ്ഞി എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ എസ്തേറിന്റെ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ, പത്നിയത്. പക്ഷേ ഈ രാജാവിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ രാജ്ഞിയിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അവളോടൊപ്പം ജീവിക്കുവാൻ തക്കവണ്ണം രാജാവിന് താല്പര്യമില്ലായിരുന്നു, സംതൃപ്തിയില്ലായിരുന്നു. അങ്ങനെ രാജ്ഞിയെ തൽസ്ഥാനത്ത് നിന്ന്, അതായത് നിലവിലുള്ള സ്ഥാനത്ത് നിന്ന് അവളെ മാറ്റുവാൻ തക്കവണ്ണം ഈ പറയുന്ന അഹസ്വേർ എന്ന് പറയുന്ന രാജാവ് തീരുമാനിക്കുകയാണ്. അങ്ങനെ രാജ്ഞിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുകയും അതിനുശേഷം പുതിയൊരു രാജ്ഞി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം തീരുമാനിച്ചു ഈ വിളംബരം, അതായത് ഈ കാര്യം ആ നാട്ടിലെല്ലാം വിളിച്ചറിയിക്കുവാൻ തക്കവണ്ണം. അപ്പം ഒരു ഒഡീഷൻ പോലെ നമുക്കറിയാമല്ലോ, ഒരു സെലക്ഷൻ പ്രോസസ്സ് കൂടി പുതിയ രാജ്ഞിയെ തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം തീരുമാനിക്കുകയാണ്. അങ്ങനെ അവിടെയുള്ള എല്ലാവരെയും, അതായത് ആ നാട്ടിലുള്ള എല്ലാ യുവ കന്യകമാരെയും ഈ പറയുന്ന രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം കൽപ്പന കൊടുക്കുന്നു. അത് എസ്തേറിന്റെ പുസ്തകം 2:3 അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. രാജാവിന്റെ ഇഷ്ടപ്പെട്ട ഈ പറയുന്ന വാഷ്തി എന്ന് പറയുന്ന രാജ്ഞിക്ക് പകരം ഈ പറയുന്ന എസ്തേറും ഈ പറയുന്ന കന്യാകുമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ അവളും വരുന്നു. അവൾ വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന എസ്തേറിനെ ഈ രാജാവിന് ഇഷ്ടപ്പെടുകയും അങ്ങനെ എസ്തേർ ഈ പറയുന്ന പേർഷ്യയുടെ ഈ പറയുന്ന ആ രാജ്യത്തിന്റെ രാജ്ഞിയായിട്ട് മാറുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു, എപ്പോഴും ഒരു സംഭവം പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പറഞ്ഞ പേർഷ്യക്കാരെ സംബന്ധിച്ച് അവരുടെ അടിമകളായിരുന്നു ഈ പറയുന്ന യഹൂദന്മാരായിട്ടുള്ള ആൾക്കാര്. അതിലൊരു സ്ത്രീയാണ് ഈ പറയുന്ന എസ്തേർ എന്ന് പറയുന്ന സ്ത്രീയെ. എസ്തേർ പക്ഷേ എന്തുകൊണ്ട് രാജ്ഞിയായി എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ധൈര്യശാലിയും ബുദ്ധിമതിയുമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അതോടൊപ്പം തന്നെ വംശസ്നേഹി എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയും കൂടെ ആയിരുന്നു. അങ്ങനെയാണ് സത്യം പറയാമെങ്കിൽ ആ ബുദ്ധിയും ധൈര്യവും ഒക്കെയാണ് ഒരു പക്ഷേ അവളെ ആ രാജ്ഞി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അങ്ങനെ ആ സ്ത്രീയുടെ ഒരു നയതന്ത്രത്തിലാണ് ആ പറയുന്ന യഹൂദന്മാരുടെ ഒക്കെ ഒരു വീണ്ടെടുപ്പ് അവിടെ നടക്കാൻ പോകുന്നത്, അല്ലെ? യഹൂദന്മാരൊക്കെ പ്രോസിക്യൂഷൻ ലഭിച്ചുകൊണ്ടിരുന്ന ആ രാജ്യത്ത് ആ യഹൂദന്മാരുടെ സംരക്ഷകയായിട്ട് യഹൂദന്മാരെ വീണ്ടെടുക്കുന്ന ഒരനുഭവത്തിലേക്ക് അവിടെ വരുന്നത് ഈ പറയുന്ന ധൈര്യവും ഈ പറയുന്ന എസ്തേറിന്റെ ബുദ്ധിയും അല്ലെങ്കിൽ സ്വന്തം വംശത്തോടുള്ള സ്നേഹവും ഒക്കെ നമുക്കവിടെ കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ആ യഹൂദ ജനം രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ആ സമയത്ത് അവര് അതിന്റെ പിന്നീടുള്ള വർഷങ്ങളിൽ അവരൊരു ഉത്സവമായിട്ട് പോലും ആചരിച്ചെന്ന് പറഞ്ഞ് ഈ
പൂരീം എന്ന് പറയുന്ന ഒരു ഉത്സവം ആചരിച്ചെന്ന് പറയുന്നത് ഇതിന്റെ ബേസിലാണെന്നാണ് പറയുന്നത്. കാരണം പ്രോസിക്യൂഷന്റെ പീരീഡിൽ ഈ രാജാവിന്റെ രാജ്ഞിയായിട്ട് എസ്തേർ വരികയും ഈ പറയുന്ന സ്വന്തം കമ്മ്യൂണിറ്റിയായ ഈ പറയുന്ന ഈ യഹൂദ കമ്മ്യൂണിറ്റിയെ അവൾ സംരക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. ഇവിടെയും നമുക്ക് എസ്തേറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു മെസ്സേജും കണ്ടന്റും എന്താണെന്ന് നമുക്ക് വേണമെന്ന് നോക്കാം. അപ്പം ഒന്നാമത്തെ എസ്തേറിന്റെ പുസ്തകത്തിൽ 10 ചാപ്റ്റർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആദ്യത്തെ 1-2 ചാപ്റ്ററുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കിങ് അഹസ്വേറസിന്റെ ഡിവോഴ്സും അങ്ങനെ ഡിവോഴ്സിൽ കൂടി വസ്തി എന്ന് പറയുന്ന വൈഫിനെ ഒഴിവാക്കുന്നതും പിന്നീട് എസ്തേർ അവിടെ വിന്നറായിട്ട് വരുന്നത് ഒരു ബ്യൂട്ടി കോntestil കൂടി തന്നെ വേണമെങ്കിൽ പറയാം, ഒരു പുതിയ ക്യൂനായിട്ട് അങ്ങനെ വരുന്നതാണ് ആദ്യത്തെ 1-2 ചാപ്റ്ററിൽ എസ്തേറിനെ നമ്മൾ കാണുന്നത്. രണ്ടാമത് കാര്യം മാറുകയാണ്. ഇപ്പം ഇങ്ങനെ രാജ്ഞിയായി കഴിയുമ്പോൾ അവിടെയുള്ള ആ സമയത്തെ 3-5 ചാപ്റ്റർ 3 മുതൽ 5 വരെയുള്ള ചാപ്റ്ററുകൾ നമ്മൾ കാണുന്നത് ലൈസ് ഓഫ് ഹാമാൻ എന്ന് പറയും. ലൈസ് അതായത് ഹാമാൻ കള്ളം പറയുന്ന നമുക്ക് കാണാം. കാരണം ആ സമയത്തെ ഈ രാജാവിന്റെ അഹസ്വേറസ് എന്ന് പറയുന്ന രാജാവിന്റെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നതായിരുന്നു ഹാമാൻ എന്ന് പറയുന്ന ആള്. ഈ ഹാമാൻ ആയിരുന്നു ഇവരെ കൂടുതൽ പെർസിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആരെ? ഈ യഹൂദന്മാരായിട്ടുള്ള യഹൂദ ജനത്തെ മുഴുവൻ പെർസിക്യൂഷൻ നടത്തുകയും അവരെ എങ്ങനെ നശിപ്പിക്കണമെന്ന് എപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് എപ്പോഴും ഹാമാൻ ആയിരുന്നു. അപ്പോൾ നോർമലി എന്നാ ഉണ്ടാവും? പുതിയ രാജ്ഞി വന്നു, എസ്തേർ വന്നു. എസ്തേറിന്റെ മനസ്സിൽ എപ്പോഴും എന്താണ്? അവരെ സംരക്ഷിക്കണമെന്നുള്ളതാണ്. അങ്ങനെ ഇദ്ദേഹം വളരെ മോശമായിട്ടുള്ള ആളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മൊർദെഖായി എന്ന് പറയുന്ന, അതായത് അപ്പനെ പോലെ ദത്തുപുത്രിയായിട്ട് എടുത്ത മൊർദെഖായി, കാരണം കുടുംബത്തിലുള്ള ആൾ തന്നെയാണ് അദ്ദേഹവും, ഈ പറയുന്ന രാജാവിനോടൊപ്പം വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. ഈ പറയുന്ന ഇവർ രണ്ടുപേരും വളരെ സ്ട്രോങ് ആയിട്ട് രാജാവിനോട് കാര്യങ്ങൾ പറയുകയും രാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ രാജാവിന് കാര്യങ്ങൾ മനസ്സിലായി. ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന മോശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഹാമാനെ ആ പോസ്റ്റിൽ നിന്ന് പെതുക്കെ അവിടെ നിന്ന് അങ്ങോട്ട് നീക്കിയതിന് ശേഷം മൊർദെഖായി പിന്നീടുള്ള പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരികയും പിന്നീടാണ് ഈ മൊർദെഖായിയും ഈ എസ്തേറും ചേർന്നുകൊണ്ട് ഈ പറയുന്ന യഹൂദ ജനത്തെ മുഴുവൻ അവിടെ നിന്ന് സംരക്ഷിക്കുവാനും അവരെ പെർസിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കുവാനും ഒക്കെ ഇടയാകുന്നത്. അവസാനത്തെ 6 മുതൽ 10 വരെ ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് പിന്നീട് കാണുന്ന അവിടെ മൊർദെഖായിയുടെ ലോയൽറ്റിയും കാര്യങ്ങളും ഒക്കെ അവസാനം 6 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിൽ കാണുകയും അതിന്റെ ഇടയിൽ ഒത്തിരി ഇൻസിഡൻസ് നടക്കുന്നുണ്ട്. ഞാനത് എല്ലാ ഇൻസിഡൻസും എനിക്ക് പറയാൻ തക്കവണ്ണം സാധിക്കത്തില്ല. അവിടെ ഇൻ ബിറ്റ്വീൻ കുറെ ഇൻസിഡൻസ് നടക്കുന്നുണ്ട്. നിങ്ങൾ വായിക്കുമ്പോൾ ഓരോ ചാപ്റ്ററും വായിക്കുമ്പോൾ അത് വായിക്കുമ്പോൾ ഇങ്ങനെ വായിച്ചാൽ മതി. 1-2 ചാപ്റ്റർ ഒരുമിച്ച് വായിക്കുക, 3, 4, 5 ചാപ്റ്റർ ഒരുമിച്ച് വായിക്കുക, 6 മുതൽ 10 വരെയുള്ള ചാപ്റ്റർ 3 സെഷനായിട്ട് അത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ ഇൻസിഡൻസ് ഇൻ ബിറ്റ്വീൻ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതിന്റെ എല്ലാം ഷോർട്ട് വേർഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഒത്തിരി ഇൻസിഡൻസ് അവിടെ നടക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന എസ്തേർ എന്ന് പറയുന്ന ഈ രാജ്ഞിയുടെ കറേജ് ആൻഡ് ബ്രേവറി. കാരണം ആ ധൈര്യവും ബുദ്ധിയും ഒക്കെ ഒത്തിരി ഈ പറയുന്ന യഹൂദന്മാരുടെ സംരക്ഷണയ്ക്ക് വേണ്ടി ഇടയായി എന്നുള്ളതും, ഒരുപക്ഷെ ഹാമാൻ എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്ററുടെ മുന്നിൽ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് തൻ്റെ ഇടത്തോടുകൂടി ചെയ്യുവാൻ തക്കവണ്ണം ഒരു ധൈര്യവും അല്ലെങ്കിൽ ബുദ്ധിയും ഇല്ലെങ്കിൽ നടക്കത്തില്ല. കറേജ് ആൻഡ് ബ്രേവറി ഇതില്ലാതെ നടക്കത്തില്ല. അത് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ അവർ വിജയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതാണ് ആദ്യത്തെ ഒരു കണ്ടന്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. എസ്തേർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒരു കറേജിയസ് ആൻഡ് ബ്രേവറി മൂമെന്റിനെ നമുക്ക് അതിനകത്ത് പറയാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. രണ്ടാമത് ഒരു ഗോഡ്സ് പ്രൊവിഡൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഈ ദൈവത്തിന്റെ ഒരു കരുതലും ഒരു സംരക്ഷണവും ഒക്കെ ഇവരോടൊപ്പം എപ്പോഴും നടക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം ഏറ്റവും മോശമായ അവസ്ഥയിൽ പോലും എന്തിനു പറഞ്ഞേ, എന്തും മോശം കാര്യങ്ങൾ സംഭവിക്കാന്ന് കാണുമ്പോഴും ആ ദൈവത്തിന്റെ ഒരു കരുതലും ഒരു പ്രൊട്ടക്ഷനും ഒക്കെ അവിടെ കാണും. അതുകൊണ്ടാണ് ഒരു സെലക്ഷൻ പ്രോസസ്, ഒരു ബ്യൂട്ടി കോntest വരുന്നതും അതിൽ നിന്ന് വിന്നായി എസ്തേർ പുതിയ രാജ്ഞിയായിട്ട് വരുന്നതും അങ്ങനെ ജൂവിഷ് പീപ്പിൾ, അതായത് പറയുന്ന ഹാമാനെ അവരുടെ പ്രവർത്തനങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നതും പിന്നീട് ദൈവത്തിന്റെ എന്തിനു പറഞ്ഞേ അടുത്ത ആളെന്ന രീതിയിൽ ഇവനെ യഹൂദന്മാരുടെ ഒരു സംരക്ഷകയായിട്ട് മാറുകയും ചെയ്യുന്നത്. മൂന്നാമത് ഒരു ഐഡന്റിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി. നമുക്കറിയാം നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടല്ലേ. എവിടെ ചെന്നെന്ന് പറഞ്ഞാലും നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. അത് കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എസ്തേറിന്റെ ജീവിതം എന്ന് പറയുന്നത്. കാരണം ഒരു പേർഷ്യൻ രാജാവിന്റെ രാജ്ഞിയാണ് ആര്? ഈ പറയുന്ന എസ്തേർ. പക്ഷേ വളരെ വ്യക്തമായിട്ട് ഇപ്പം ഞാൻ ഓസ്ട്രേലിയ വന്നാലും കേരളത്തിൽ ചെന്നാലും ഇനി ചെന്നൈയിലാണെന്ന് പറഞ്ഞാലും എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആമേ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സിറിയൻ ക്രിസ്ത്യൻ എന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലേ. ആ ഐഡന്റിറ്റി കൃത്യമായിട്ട്, പിന്നെ കമ്മ്യൂണിറ്റിയോടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അല്ലേ. നമ്മൾ എപ്പോഴും നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? ഒരു പള്ളി അന്വേഷിക്കും അല്ലേ. ആദ്യം നമ്മുടെ പള്ളി ഉണ്ടോ എന്ന് നോക്കും, പിന്നെ ഇല്ലെങ്കിൽ മാത്രമേ അടുത്ത പള്ളി നോക്കത്തുള്ളൂ. ഇനി എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ, നമ്മുടെ ഒരു പള്ളിക്ക് സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടി ആരാധന നടത്തുവാൻ തക്കവണ്ണം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എസ്തേറിന്റെ ഐഡന്റിറ്റിയും അതിന്റെ ഒരു കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പും അത് ഭയങ്കരമാണ് അല്ലേ. അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. അത്രമാത്രം ആ ഒരു ബന്ധവും സ്നേഹവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന യഹൂദന്മാരുടെ അല്ലെങ്കിൽ ജൂയിഷ് പീപ്പിളിനെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം അത് സാധിക്കുന്നത്. നമുക്കറിയാം, ഒരു പുതിയ രാജാവിന്റെ കൊട്ടാരത്തിൽ രാജ്ഞിയായിട്ട് ചെല്ലുന്ന ഒരാള് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു റിലീജിയസ് ഹെറിറ്റേജ് എന്താണോ അത് നോക്കി വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ജീവിക്കാം. പക്ഷെ അതൊന്നും വിട്ടുകൊടുക്കുന്നില്ല. വളരെ തൻ്റെ ഇടത്തോടുകൂടി, വളരെ എന്താണ് പറയുന്നത്, ബ്രേവറി ആയിട്ട്, വളരെ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് സാധിക്കുന്നു. ഒരു പക്ഷേ യഹൂദ എന്ന് പറയുന്ന ഈ പറയുന്ന ജൂവിഷ് കമ്മ്യൂണിറ്റിയുടെ എന്താണ് പറയുന്നേ ദൗർഭാഗ്യകരം എന്ന് പറയാം. അവരുടെ ലൈഫ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിനെ ജസ്റ്റ് അങ്ങ് ചേഞ്ച് ചെയ്യുക, ജസ്റ്റ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അവരുടെ ലൈഫ് മാറിപ്പോകുന്നതാണ്. റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയും അല്ലേ. നമ്മുടെ ഭാഗ്യത്തെ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രയാസങ്ങളെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കുക എന്ന് പറയും. റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയും. അത് ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഫെയ്ത്ത് ആൻഡ് ട്രസ്റ്റ് അത് വളരെ സ്ട്രോങ് ആണ്. ഈ പറയുന്ന എസ്തേറിന്റെ ഫെയ്ത്തും ആ ട്രസ്റ്റും, അതായത് ഗോഡ്സ് പ്ലാൻ എന്താണെന്ന് നമുക്കൊക്കെ പറ്റുന്നത് എന്താണ്? നമുക്കൊക്കെ പലപ്പോഴും പറ്റുന്നത് ദൈവത്തിന്റെ പ്ലാൻ എന്നിൽ കൂടി എന്താണ് എന്നുള്ളത് നമുക്ക് പലപ്പോഴും ഇത് മനസ്സിലാക്കി എടുക്കുവാൻ തക്കൊണ്ട് സാധിക്കുന്നത്. അതിൽ അല്പം പ്രയാസമുള്ള ഒരു വിഷയം. ഒന്ന്, നല്ലൊരു മനസ്സ് വേണം. രണ്ട്, പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരിക്കണം. മൂന്ന്, ഒരു ദൈവഭയം ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഗോഡ്സ് പ്ലാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കുന്നത്. നമുക്കൊക്കെ ഉണ്ടല്ലേ, ഈ ഇരിക്കുന്ന ഇത്രയും പേർക്കും ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം, പക്ഷേ ഇവക്ക് എസ്തേറിനെ സംബന്ധിച്ച് അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കില്ല. അത് സ്ട്രോങ് ഫെയ്ത്തും ദൈവത്തിലുള്ള സ്ട്രോങ് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അല്ലേ, ഒരാളെ ട്രസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അല്ലേ. നമ്മൾ ട്രസ്റ്റ് ചെയ്യാറുണ്ടല്ലേ, നമ്മുടെ ദൈവത്തെ 100% നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. അതിനകത്തൊരു ഡൗട്ട് പാടില്ല. ഒരു ഡൗട്ട് എന്ന് പറയുന്ന ഒരു പാർട്ട് അതിനകത്തിൽ പാടില്ല. 100%. അത് പ്ലസ് ഓർ മൈനസ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്തും ആയിക്കോട്ടെ. പക്ഷേ ആ ട്രസ്റ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ തക്കവണ്ണം നമ്മളെ കൊണ്ട് സാധിക്കുമ്പോൾ മാത്രമേ, ഞാൻ പറഞ്ഞല്ലോ, ഈ സ്റ്റോറി അല്ലെങ്കിൽ ഈ സംഭവം നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന അങ്ങനെ ആയിരിക്കണം. കാരണം ഈ എസ്തേറിനെ സംബന്ധിച്ച് ആ ഫെയ്ത്തും ട്രസ്റ്റും ഒക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു. ആ സ്ട്രോങ് ഫെയ്ത്തും ട്രസ്റ്റും ആയിരിക്കണം എന്നെ ഇൻസ്പയർ ചെയ്യേണ്ടത്. ഈ ബുക്ക് വായിക്കുമ്പോൾ ഇപ്പൊ രണ്ടുപേരുടെയും ജീവിതം അങ്ങനെ എടുത്തോട്ടെ, രൂത്ത് ആയിക്കോട്ടെ എസ്തേർ ആയിക്കോട്ടെ, രണ്ടുപേരുടെയും ആ ഫെയ്ത്തും ദൈവത്തിലുള്ള യഹോവയിലുള്ള ട്രസ്റ്റും എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത സാധനം. കാരണം രണ്ടും വളരെ വൻ കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ബുദ്ധിക്ക് പോലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രണ്ട് പേരും അത് കൃത്യമായിട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നു. ഞാൻ അവിടെ നിർത്തുകയാണ്.
ഈ 2 പുസ്തകത്തിന്റെ ചെറിയ ഭാഗങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. ഇനി അടുത്തത് ഇനിയുള്ളത് സാംസ് 45 ആണ്. സാംസ് 45. Psalms 45. Psalms 45. സാംസിനെ പറ്റി ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ് സാംസ് എന്നും അത് എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എഴുതപ്പെട്ടതെന്നും അത് ഏത് സാഹചര്യത്തിലാണ് ഇത് പാടുന്നതെന്നും ഇതൊരു പാട്ടാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ സാംസ് 1, സാംസ് 2 എന്ന് പറയുന്നത്, അല്ലേ? ചാപ്റ്റർ എന്ന് നമ്മൾ പറയാറില്ല, അല്ലേ? ചാപ്റ്റർ 1 എന്ന് പറയാറുണ്ട്. സാംസ് ചാപ്റ്റർ 1 അല്ലെങ്കിൽ സാംസ് ചാപ്റ്റർ 2 എന്ന് പറയത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റർ എടുത്താലും അതിന്റെ കണ്ടന്റ്, അതിന്റെ കംപ്ലീഷൻ അവിടെ തന്നെയുണ്ട്. 1ാമത്തെ സങ്കീർത്തനം എടുത്താൽ അതിന്റെ കംപ്ലീറ്റ് ആവുന്ന 1ാമത്തെ സങ്കീർത്തനം. അതിന്റെ എക്സ്റ്റൻഷൻ അടുത്ത 2ാമത്തെ സാംസിലേക്ക് പോകത്തില്ല. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം എടുത്തോട്ടെ അല്ലെങ്കിൽ ഏത് മറ്റു ബുക്കുകൾ എടുത്താട്ടെ, ഒന്നിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്തതെന്ന് പറയുന്നത്. പക്ഷെ സങ്കീർത്തനം മാത്രം അങ്ങനെയല്ല. അതാത് ബുക്കിൽ അതാത് കംപ്ലീഷൻ അവിടെ നടക്കുന്നുണ്ട്. ഈ പർട്ടിക്കുലർ സാംസ് 45 എന്ന് പറയുന്നത് ഒരു രാജകീയ വിവാഹ ഗീതം എന്നാണ്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ടൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. രാജകീയ വിവാഹ ഗീതം എന്നാണ് അതിനകത്തിൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ താഴെ പ്രേമഗീതം എന്നൊക്കെ എന്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ ബുക്കിലും അത് കാണാം. അങ്ങനെ എഴുതിയേക്കാം. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയേക്കാം ഈ 45ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ഒരു രാജാവിന്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് പാടിയ പാട്ടാണ്. ഒരു രാജാവിന്റെ ഇസ്രയേലിലെ രാജാക്കന്മാരിൽ ഒരാളുടെ വിവാഹത്തിന് പാടുന്നതിനായിട്ട് രചിക്കപ്പെട്ട അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പാട്ടെന്നോ ഒരു മംഗളഗാനമെന്നോ വേണമെങ്കിൽ പറയാം. അതാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ആദ്യ വാചകങ്ങൾ തന്നെ ഒരു രാജാവിനെ എന്താണ് പറയുന്നത്, ആശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രശംസിച്ചുകൊണ്ടുള്ള വാക്യമാണ്. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എന്ന് പറയുന്നത്. രാജാവിനെ നോക്കി പറയുകയാണ്. ഇപ്പം ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ്. നിങ്ങളെ കാണുമ്പോൾ എന്റെ ഹൃദയം ശുഭവചനത്താൽ, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് നല്ലത് മാത്രമേ പറയുവാൻ തക്കവണ്ണം സാധിക്കുന്നുള്ളൂ. രണ്ടാമത് പറയുന്നത് എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. എന്റെ കൃതി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? എന്റെ കൃതി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, ആക്ഷൻ എന്ന് പറയുന്നത്. ആക്ഷൻ. എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. അതായത് എന്റെ പ്രവൃത്തി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്ത് കോലാകുന്നു. എന്റെ നാവ് എന്ന് പറഞ്ഞാൽ എന്റെ വാക്കെന്ന് പറയുന്നത് ഒരു സമർത്ഥനായ സമർത്ഥനായ ലേഖകന്റെ എഴുത്ത് കോലാകുന്നു എന്നവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം പറയുന്നത് ആരുടെ വിവാഹമാണോ അവിടെ നടക്കാൻ പോകുന്നത് ആ രാജാവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ എല്ലാ വാക്യങ്ങളും ഇത് അതിന്റെ അവസാനം വരെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം അതൊരു വിവാഹ ഗീതമാണെന്നും ഒരു രാജാവിനെ പ്രശംസിച്ചുകൊണ്ട് രാജാവിന്റെ വിവാഹ ദിവസം പാടിയ ഒരു മംഗള ഗാനമാണ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. യഹോവയായ ദൈവം തമ്പുരാൻ ഒരു മനുഷ്യനെ എടുത്ത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും, അല്ലെ? ഒരു മനുഷ്യനെ എങ്ങനെയാണോ യഹോവയായ ദൈവം തമ്പുരാൻ എടുത്ത് ഉപയോഗിക്കുന്നത്, എ മാൻ യൂസ്ഡ് ബൈ ഗോഡ് എന്ന് നമ്മൾ പറയും, അല്ലെ? യഹോവയായ ദൈവം തമ്പുരാൻ ഒരു മനുഷ്യനെ എങ്ങനെ എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളത് ആ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. നമ്മൾ എപ്പോഴും ചിന്തിച്ചു കൊള്ളുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയം മറ്റുള്ളവരെ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ അവരുടെ ഹൃദയം നമ്മളെക്കുറിച്ച് എന്ത് പറയണം? ശുഭവചനത്താൽ നല്ല വാക്കുകൾ കൊണ്ട് നിറയുവാൻ തക്കവണ്ണം നമ്മളെ കൊണ്ട് സാധിക്കണം. അതേപോലെ തന്നെ അവരുടെ പ്രവർത്തികൾ, അതായത് നമ്മുടെ പ്രവർത്തികൾ കണ്ട് നല്ലത് പറയുവാൻ തക്കവണ്ണം നമ്മളെക്കുറിച്ച് നല്ലത് മാത്രം എഴുതുവാനും പറയുവാനും തക്കവണ്ണം നമ്മളെ കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് പറയുവാനുള്ളത്. അതായത് നമ്മുടെ നാവ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ,
അത് നമ്മുടെ വാക്കും നമ്മുടെ സംസാരവും, രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞത്, നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വാക്കും അല്ലെ. എൻ്റെ കൃതി എന്ന് പറയുന്നത് എൻ്റെ പ്രവൃത്തിയും, നാവെന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ വാക്കും സംസാരവും ഒക്കെ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം, പ്രത്യേകിച്ച് ഒരു അമ്മമാരെന്ന നിലയിൽ അല്ലെങ്കിൽ സഹോദരിമാരെന്ന നിലയിൽ ഒരു കുടുംബജീവിതമൊക്കെ നയിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അമ്മമാരിലായിരിക്കും. അവരുടെ ചെറിയ സങ്കടങ്ങളും ചെറിയ സന്തോഷങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന, അവരുടെ ആവശ്യങ്ങളൊക്കെ എപ്പോഴും ഷെയർ ചെയ്യുന്നത് എവിടെയാ? അമ്മമാരുടെ അടുത്താ അല്ലേ. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും നിങ്ങൾ കാണിക്കുന്ന അടുപ്പവും അവരോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയൊക്കെ കുഞ്ഞുങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പന്മാർ അങ്ങനെ അല്ലെന്നല്ല പറയുന്നത്. അപ്പന്മാർ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും അത്ര അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ പറയണമെന്നുമില്ല അപ്പന്മാരുടെ അടുത്ത്. അപ്പം തീർച്ചയായിട്ടും ഈ തിരുമേനി ഈ വേദഭാഗം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിച്ച് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ മക്കളും നിങ്ങളെ കാണുന്നവരും ഒക്കെ അവരുടെ ശുഭവചനത്താൽ നിങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുവാൻ തക്കവണ്ണം, നിങ്ങളുടെ പ്രവർത്തികളെ കണ്ട് അത് അവർക്ക് എന്തേലും പറഞ്ഞേ പ്രശംസിക്കുവാൻ തക്കവണ്ണം അവരെ കൊണ്ട് സാധിക്കണം. അവരുടെ നാവ് എപ്പോഴും നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം പറയുവാൻ തക്കവണ്ണം ഇടയാകണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. 8:26 മാരത്തോൺ ഓട്ടമായിരുന്നു നമ്മൾ ഓടിയത്. വളരെ സ്പീഡിൽ ഓടി തീർത്തു. അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് പൂർണ്ണമായിട്ട് പറയണമെങ്കിൽ ഒത്തിരി സമയം നമുക്ക് എടുക്കും. വേർഡ് ബൈ വേർഡ് നമ്മളത് പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം എടുക്കും. എന്തായാലും ഇങ്ങനൊരു അവസരം നിങ്ങൾ എനിക്ക് തന്നത് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ ഇട്ടു തരാം. നിങ്ങളത് മനസ്സിലാക്കുക, വായിക്കുക, ഇന്ന് എന്താണ് പറഞ്ഞതെന്നും മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ടാകും. കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അതിനുള്ള സാധ്യത ഉണ്ടാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.